Security issues in mobile computing. Mobile computing and communication devices have become very popular because of their convenience and their portability. This led to the creation of a new computing platform called mobile computing. നമ്മുടെ വയർലെസ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് ഉണ്ടായത് അല്ലേ? എന്തുകൊണ്ടാണ്? അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ട് തന്നെയാണ്. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? അത് വളരെ ഫ്ലെക്സിബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫിക്സഡ് നെറ്റ്വർക്ക് വൈൽ ഇൻ മോഷൻ. ദെൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് സ്മോൾ ആണ്. അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടെക്നോളജി വളരെ പോപ്പുലറാണ്. ആ കൂടെ തന്നെ ഈ മൊബൈൽ ഡിവൈസസ്, PDAs, നമ്മുടെ സ്മാർട്ട് ഫോൺസ്, പിന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ വളരെ പോപ്പുലറായി ആ കൂടെ തന്നെ. So this led to the creation of a new computing platform called mobile computing. The new platform is accompanied by the new security risks that must be recognized, addressed to protect the physical devices, the communication medium and the information used. അപ്പോൾ ഈ പുതിയതായി ക്രിയേറ്റ് ആയ നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം, വളരെ പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഒത്തിരി സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനെയൊക്കെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിവൈസസിനെയും കമ്മ്യൂണിക്കേഷൻ മീഡിയത്തെയും പിന്നെ ഈ മീഡിയത്തിലൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻഫർമേഷനെയും സേഫായിട്ട് നിർത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഡിവൈസസ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഈ ഡിവൈസസിന് നമ്മുടെ ഇൻഫർമേഷനെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ പല ഡിവൈസസും തമ്മിൽ ത്രൂ വയർലെസ് നെറ്റ്വർക്ക് ഇത് ഈ ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ, it could be sensitive information such as identification, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡാറ്റ ഓഫ് കസ്റ്റമേഴ്സ്, അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ the mobile devices can move in and out of the boundaries of a networking environment. ഒരു നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റിലേക്ക് മൂവ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഈ ഡിവൈസസിന് പറ്റും. They have the ability to work from anywhere without being bound to any networking system. ഇത് ഫ്ലെക്സിബിൾ ആണ് അല്ലേ? അതായത് ഇത് ഫ്ലെക്സിബിൾ ആണ്. എങ്ങനെയാണ്? ഒരു ഫിക്സഡ് പോയിന്റിന് ബിയോണ്ട് പോയതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് എ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് വെരി ഡിഫിക്കൾട്ട്. സെക്യൂരിറ്റി മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ത്രെറ്റ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇതൊത്തിരി ഡിഫിക്കൽട്ടാക്കുന്നുണ്ട്. അതായത് ഈ ഒരു കേസിൽ യൂസേഴ്സ് കനോട്ട് ബി ട്രാക്ക്ഡ് ഡൗൺ ടു എ സിംഗിൾ ലൊക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? വയേഴ്സിൽ കൂടിയാണോ? അല്ല, ത്രൂ റേഡിയോ സിഗ്നൽസിൽ കൂടെയോ, എയറിലൂടെയുള്ള റേഡിയോ സിഗ്നൽസിലൂടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈസിയർ ടു ഇൻ്റർസെപ്റ്റ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽസിലെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു അൺഓതറൈസ്ഡ് പേഴ്സണിന് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഈസിയറാണ്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ആ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡിവൈസസിനും ഒത്തിരി security problems ഉണ്ട്. The mobile users have the ability to work from anywhere without being bound to any networking system. This flexibility makes security management more difficult as users cannot be tracked down to a single location. The mobile communication takes place mainly through the radio signals rather than wires, so it is easier to intercept the communication. The traditional security technologies such as firewalls, authentication servers, അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഇവിടെ ഇനഫ് അല്ല. They are not enough to tackle security issues in the mobile computing.
ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ജനറൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദേ ആർ മോർ റെലവൻറ്റ് ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഇൻ പെർട്ടിക്കുലർ. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി, ലെജിറ്റിമസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതുപോലെ തന്നെ ഈ ഒരു ട്രഡീഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇതിനെ കൂടാതെ തന്നെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ പുതിയതായിട്ട് കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് അങ്ങോട്ട് ഉണ്ട്. under the areas of physical risk, unauthorized access risk, അങ്ങനെ കുറേ ഈ ഏരിയാസിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ പ്രോബ്ലംസ്, സെക്യൂരിറ്റി പ്രോബ്ലംസ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ മാത്രമായിട്ട് ഉണ്ട്. ഇനി നമുക്കടുത്തത് ട്രഡീഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. There are several traditional security issues in information systems in general that are addressed by any application developer and are more relevant in mobile computing systems in particular. First one is confidentiality. This ensures that the information stored on a system or transmitted over communication link is only disclosed to those users who are authorized to have access to it. അതായത് it protects the privacy of information that is exchanged between any two or more devices or systems. That means the data should be encrypted so that if the communication was interrupted, then there should be no disclosure of information. അതായത് ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആർക്കും അത് കാണാൻ പറ്റരുത്. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അയക്കുന്ന ഡാറ്റ കോൺഫിഡൻഷ്യലായിട്ട് വേണം റീച്ച് ചെയ്യാനായിട്ട്, ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാനായിട്ട്. ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻറ്റഗ്രിറ്റി. It ensures that the information exchanged between different parties is accurate, complete, and not altered during transmission. So this prevents against the intentional or unintentional data modifications during transmission. If the data is intercepted, the data alteration and retransmission should not be allowed. Inserting new messages, information into the communication link should not be happened. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ എത്തേണ്ടിടത്ത് എത്തുമ്പോൾ അത് ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ഇടയ്ക്ക് നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത ആ ഡാറ്റയിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. അതാണ് ഇൻറ്റഗ്രിറ്റി. അടുത്തത് authentication. It ensures that the user accessing the information is the right person. അതായത് കറക്റ്റ് ആളാണോ ഈ ഒരു ഓത്തൻറ്റിക്കേഷൻ, ഈ ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത്, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണോ, സെൻസിറ്റീവ് ഇൻഫർമേഷനെ ആക്സസ് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് ഓത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. This enforces the verification and validation of the identities and credentials exchanged between mobile systems or a mobile device and a service provider. അതായത് ഐഡൻറ്റിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്ത് വാലിഡേഷൻ ചെയ്തിട്ടൊക്കെയാണ്, വെരിഫിക്കേഷൻ ചെയ്തിട്ടൊക്കെയാണ്
ഈ ഓതൻറ്റിക്കേഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അടുത്തത് ഓതറൈസേഷൻ. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദ സർവീസ് റിക്വസ്റ്റർ ഹാസ് ദ റൈറ്റ് ടു ആക്സസ് ദ ഇൻഫർമേഷൻ ഓൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഓർ മൊബൈൽ റിസോഴ്സസ്. അതായത് ഒരു റിസോഴ്സിലേക്ക് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന, ഒരു റിസോഴ്സ് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ റൈറ്റ് പേഴ്സൺ ആണോ, അയാൾ ഓതറൈസ്ഡ് ആണോ, അതിനെയാണ് ഓതറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നോൺ റെപ്യൂട്ടേഷൻ. This ensures that the different communicating parties cannot deny the exchange of information or the acceptance of a committed transaction at a later time. It ensures accountability. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ പിന്നീട് വന്നിട്ട് ഡിസഗ്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, നമ്മളൊരു പെൻ യൂസ് ചെയ്ത് ഒരു പേപ്പറിലൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അത് ഡിസഗ്രി ചെയ്യാനായിട്ട് പറ്റില്ല. ആ കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്താൽ പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് നിരസിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ കോണ്ടെക്സ്റ്റിലൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനെ ഡിസഗ്രി ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെ ഓതൻറ്റിക്കേഷൻ ഡിസഗ്രി ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നോൺ റെപ്യൂഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അവൈലബിലിറ്റി. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് or the services of the information systems are all the time available for users. Availability എന്ന് പറഞ്ഞാൽ ഒരു സർവീസ്, ആ സർവീസ് എപ്പോഴും യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കണം. അത് ക്രാഷ് ആവാനൊന്നും പാടില്ല, എപ്പോഴും യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കണം. ഇനി ഈ അവൈലബിലിറ്റിക്ക് ഉള്ളൊരു ത്രെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് അല്ലെ വളരെ അധികം കേട്ടിട്ടുള്ള ഒരു അറ്റാക്കാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഡിനയൽ ഓഫ് സർവീസ് എന്താണ്? ഈ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനൊരു ത്രെറ്റാണ് ആക്ച്വലി. എന്താണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്? ഒരു റിസോഴ്സിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ ഫ്ലഡ് ചെയ്ത് അൺനെസസറി ആയിട്ടുള്ള റിക്വസ്റ്റ് അയച്ച് അതിനെ ഓവർലോഡ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് അത് അൺഅവൈലബിൾ ആക്കുക. അതിനെ ഓവർലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഓവർലോഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു യൂസർ വരുമ്പോഴും അതിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ ഓവർലോഡ് ആവും. അൺനെസസറിലി അതിനെ ഫ്ലഡ് ചെയ്യും യൂസിങ് യൂസ്ലെസ് ട്രാഫിക് ദാറ്റ് കൺസ്യൂംസ് സെർവർ റിസോഴ്സസ് ആൻഡ് ഫോഴ്സസ് ദം ടു ബി അൺഅവൈലബിൾ. അപ്പം ഈ റിസോഴ്സിനെ അല്ലെങ്കിൽ ആ സർവീസിനെ അൺനെസസറിലി കുറേ ട്രാഫിക്, വേസ്റ്റ് ആയിട്ടുള്ള കുറേ ട്രാഫിക് അയച്ച് അതിനെ ഫ്ലഡ് ചെയ്ത് അതിനെ ഫോഴ്സ് ചെയ്ത് അൺഅവൈലബിൾ ആക്കും. അപ്പോൾ ഒരു ശരിക്കുമുള്ളൊരു യൂസർ വരുമ്പോഴും ഈ സർവീസിന് ആ യൂസറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. ഇതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? അവൈലബിലിറ്റിയാണ് പ്രശ്നത്തിലാണ്, അവൈലബിലിറ്റി ഇല്ലാണ്ട് വരും. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്, ട്രഡീഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇനി മൊബൈൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ മാത്രം വരുന്ന കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസാണ് അടുത്തത്.